എറണാകുളത്ത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് രഹസ്യസങ്കേതത്തിൽ തടങ്കലിൽ പാർപ്പിച്ച ഇതര സംസ്ഥാനക്കാരെ പോലീസ് രക്ഷപ്പെടുത്തി. ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് ചേരാനല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപയാണ് ഈ പ്രതികൾ തട്ടിയെടുത്തതായാണ് പരാതി. കേസിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ പോലീസ് പിടികൂടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. നവമി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഈ അന്യസംസ്ഥാനക്കാരെ ഇത്തരത്തിൽ തട്ടിക്കുക, അതിൽ പ്രതികളാകുന്നതും മറ്റു സംസ്ഥാനത്തു നിന്നുള്ളവരാണ് അല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള 7 അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് 11 പേരടങ്ങുന്ന സംഘം കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇവർ എല്ലാവരും തന്നെ ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ 7 പേരും. ഇവരെ കൊച്ചിയിലേക്ക് എത്തിച്ചു. നെടുമ്പാശ്ശേരി വഴി കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. ഒരാളിൽ നിന്നും 30 ലക്ഷം വീതമാണ് ഇവർ തട്ടിയെടുത്തത്. അതിനുശേഷം ചേരാനല്ലൂരിലെ ഒരു വീട്ടിൽ ഇവരെ താമസിപ്പിക്കുന്നു. പിന്നീട് ഇവർക്ക് മനസ്സിലാകുന്നു ഇവർ കബളിപ്പിക്കപ്പെട്ടതാണെന്ന്. ഇവരെ മർദ്ദിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ കാനഡയിൽ എത്തി എന്ന് പറയുന്ന തരത്തിലൊരു വീഡിയോ നിർബന്ധപൂർവ്വം ഇവരെ കൊണ്ട് ചിത്രീകരിപ്പിക്കുന്നു. അതിനുശേഷം ഇത് കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ കുടുംബാംഗങ്ങൾ സ്വാഭാവികമായി ഇവർ കാനഡയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉള്ളൊരു ഭീഷണിയും തുടർന്നുള്ളൊരു മർദ്ദനവും ഒക്കെയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഒരാൾ, അതായത് 7 പേരിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവർക്ക് അതിലൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അയാൾ രക്ഷപ്പെട്ട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചതിൽ നിന്നുമാണ് ബാക്കി 6 പേരെയും കണ്ടെത്തിയത്. ഇവരെല്ലാവരും തന്നെ അവശ നിലയിലായിരുന്നു. കൃത്യമായ ആഹാരം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ വളരെ അവശ നിലയിലായിരുന്നു ഇവർ 7 പേരെയും കണ്ടെത്തിയത്. പിന്നീട് ഇവരിൽ നിന്നും വിശദമായിട്ടുള്ള വിവരം എടുത്തതിൽ നിന്നാണ് 11 പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇതിൽ മലയാളികളുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. ഒരാൾ, അതായത് ഈ പോലീസ് എത്തിയതെന്ന് അറിഞ്ഞ് ഇവർ ഈ തട്ടിപ്പുകാർ ഓടി രക്ഷപ്പെടുകയും അതിലൊരാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. അത് ബംഗാൾ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും ഈ 7 പേരുടെയും പാസ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട അവരുടെ മൊബൈൽ ഫോൺ, മറ്റ് ഈ ആധാർ കാർഡ് അടക്കമുള്ളവ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്കായി, അതായത് ബാക്കി 10 പേർക്കായി അന്വേഷണം നടക്കുകയാണ്. അതിൽ മലയാളികളുണ്ടോ എന്ന് സംശയിക്കുന്നുമുണ്ട്. പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസിന്റെ മലയാളികളുടെ കൂടെ പങ്കാളിത്തമില്ലാതെ, സ്ഥലവാസികളുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയധികം ആളുകളെ പറ്റിക്കുക എന്ന് എളുപ്പമല്ലല്ലോ. പണത്തിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. 30 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. ഈ പഞ്ചാബ് സ്വദേശിയിൽ മാത്രം ഒതുങ്ങുന്ന, ബംഗാൾ സ്വദേശിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ നവമി, സ്വാഭാവികമായും ഈ അന്വേഷണം. അതെ രഞ്ജിത്ത്, കാരണം ചേരാനല്ലൂർ പോലുള്ള ഇടത്ത് വന്ന് അവർക്കൊരു വീടെടുത്ത് താമസിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും മലയാളികളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ മലയാളിയുടെ കണ്ണി ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. പോലീസ് അതും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വഴി കൊണ്ടുപോകാമെന്നായിരുന്നു അവർക്ക് വാഗ്ദാനം നൽകിയത്. അതിന്റെ പേരിലാണ് 30 ലക്ഷം രൂപ ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുത്തത്. പോലീസ് എന്തായാലും പിടികൂടിയ പ്രതിയിൽ നിന്നും കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടുകയാണ്. അയാളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അത് സ്വാഭാവികമായും ഒരു ലോക്കൽ ആളുടെയൊക്കെ ഒരു സ്വാധീനമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തികളൊന്നും ചെയ്യാൻ കഴിയില്ല. പോലീസ് ആ രീതിയിലൊക്കെ അന്വേഷണം ശക്തമായിരിക്കുകയാണ്. ഈ 7 പേരെയും തിരിച്ചവരവരുടെ നാടുകളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആരോഗ്യ സ്ഥിതിയൊക്കെ പരിശോധിച്ച് അവർക്ക് വേണ്ട ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും പോലീസ് അവരെ നാട്ടിലേക്ക് അയക്കുക. എന്തായാലും 7 പേരുടെയും പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.